ആ അനന്തകൃഷ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ വിവരം നീ അറിഞ്ഞോ? ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നോ? ആ, അന്നത്തെ പോലെ എന്തെങ്കിലും പരോളായിരിക്കും. അല്ലെങ്കിൽ ജീവപര്യന്ത ശിക്ഷ ഇത്രയും പെട്ടെന്ന് കഴിയാൻ ഒരു വഴിയില്ല അമ്മേ. അതല്ല, സർക്കാർ ഇളവ് കൊടുത്തുന്നാ കേട്ടത്. നിങ്ങളിത് ആരുടെ കാര്യമാണ് പറയുന്നത്? എന്റെ അച്ഛന്റെ ജീവനെടുത്ത നികൃഷ്ട ജീവി അഭിമന്യുവിന്റെ തന്ത അനന്തകൃഷ്ണന്റെ കാര്യം. പണ്ടൊക്കെ ജീവപര്യന്തം തടവെന്ന് പറയുന്നത് 10-14 വർഷമായിരുന്നു. ഇപ്പൊ സർക്കാർ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് അത് 6-7 വർഷമായിട്ട് ചുരുക്കി. നമുക്കേ ഇതിനെതിരെ ഒരു അപ്പീല് പോണോമേ. എന്റെ അച്ഛനെ കൊന്നവൻ അങ്ങനെ സ്വതന്ത്രനായിട്ട് വിലസി നടക്കണ്ട. ഞാനിക്കാര്യം വക്കീലിനോട് സംസാരിച്ചിരുന്നു. സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്താ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാ അങ്ങേര് പറഞ്ഞേ. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ ഈ പരിസരത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. കാരണം അയാളുടെ ഭാര്യയും മക്കളും ഈ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. അയാൾ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അയാളുടെ ജീവിതം നരകതുല്യമാക്കണം. അതാ എനിക്ക് എന്റെ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മരണാനന്തര കർമ്മം. അതെന്താ ആന്റി ചായ അവിടെ വെച്ച് കളഞ്ഞത്? അതെടുത്ത് എന്റെ അമ്മയുടെ കൈ കൊടുത്ത വളയൂരിപ്പോ? അല്ല, എന്റെ സ്വർണത്തിന്റെ കാര്യത്തില് എന്തായി അംബിക തീരുമാനം? ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ശ്രമം തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാത്തിനും ഒരു കാളവണ്ടിയുടെ സ്പീഡാ. അത് ഈ ജന്മത്ത് തന്നെ നടക്കും അംബിക. സ്വർണത്തിന്റെ ഇടപാട് നടന്നാൽ മാത്രമേ ഈ കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണൂ. സുമേഷിന്റെ അമ്മയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് കുറേ നാളായി. ഇത് തന്നെ താക്കം. എന്താ അംബിക ഇങ്ങനെ മെഴിച്ചു നിൽക്കുന്നേ? ദേ, മോളുടെ കയ്യിൽ നിന്ന് ചായ വീണത് കണ്ടില്ലേ? ഒരു തുണി എടുത്തോണ്ട് ഒന്ന് തുടയ്ക്ക്. എന്താ അമ്പി ഈ കാണിക്കുന്നേ? ഇങ്ങനെയാണോ ചായ തുടയ്ക്കുന്നേ? അങ്ങ് കുനിഞ്ഞിരുന്ന് വൃത്തിയായിട്ട് തുടയ്ക്കേ. അല്ല അംബികെ, കഴുത്തിൽ നല്ല ഒന്നാന്തരം മാലയാണല്ലോ കിടക്കുന്നത്. അതിങ്ങോട്ടൊന്ന് ഒരിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഊരി താമ്പികെ. ആഹാ, കൊള്ളാലോ. ഇതെങ്ങനെ പോയാലും ഒരു 2-2.5 പവൻ വരും. ആ, ഒരു കാര്യം ചെയ്യും, ഇത് തൽക്കാലം എന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ, അത് തരാനുള്ള 60 പവന്റെ പലിശന്ന് ഞാൻ ഈ 2.5 പവനം കുറച്ചേക്കാം. ആ, അത്രയെങ്കിലും കടം വീട്ടിൽ നിന്ന് അമ്പയ്ക്ക് ആശ്വസിക്കാലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.